ബി.ജെ.പി. ഭരിക്കുന്ന സ്ഥലങ്ങളിൽ മുസ്ലിം വിരുദ്ധത പടർന്നു പന്തലിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും കാണില്ല. ബി.ജെ.പി. എങ്ങനെയൊക്കെ അവരെ ഉപദ്രവിക്കാമോ അതൊക്കെ ചെയ്യും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇത് അവിടുത്തെ ജനങ്ങൾ പോലും, അതായത് ഒരു ഡോക്ടർ പോലും ഒരു നാറിയ പണി കാണിച്ചിരിക്കുകയാണ്. മതപരമായ സ്വത്വത്തിന്റെ പേരിൽ മുസ്ലിം രോഗിക്ക് ചികിത്സ നിഷേധിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഒരു ഡോക്ടർ. കാലുവേദനയെ തുടർന്ന് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ശ്രമിച്ച രോഗി മുസ്ലിം ആണ് എന്ന് അറിഞ്ഞതോടെയായിരുന്നു ഡോക്ടറുടെ ഈ നടപടി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ മധ്യപ്രദേശ് സ്വദേശി ഡോക്ടർ നേഹ അറോറ വർമ്മയുടേതാണ് ഈ നടപടി. ഡോക്ടർ തന്നെയാണ് രോഗിക്ക് ചികിത്സ നിഷേധിച്ച വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചതും. അവർക്ക് മതത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ മതത്തിന്റെ പേരിൽ അവർക്ക് ചികിത്സ നിഷേധിക്കും എന്ന കുറിപ്പോടെ രോഗിക്ക് ചികിത്സ നൽകില്ല എന്ന് പറയുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് ഡോക്ടർ പങ്കുവെക്കുകയായിരുന്നു. സ്പൈൻ സ്പെഷ്യലിസ്റ്റ്, UK PCOD റിവേഴ്സൽ എക്സ്പെർട്ട്, ഇന്റിമേറ്റീവ് വുമൺ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ്, കോസ്മെറ്റിക് അക്യൂപഞ്ചറിസ്റ്റ് എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ അറിയപ്പെടുന്ന ഡോക്ടർ അറോറയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ 52,600 ഫോളോവേഴ്സും ഫേസ്ബുക്കിൽ 12,000 ഫോളോവേഴ്സും ഉണ്ട് എന്നത് ഓർക്കേണ്ട കാര്യമാണ്. തന്റെ കാൽമുട്ട് വേദനയ്ക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കുന്നത് രോഗിയോട് ഡോക്ടർ പേര് ചോദിക്കുന്നത് സ്ക്രീൻഷോട്ടിൽ വളരെ വ്യക്തമായി കാണാം. മിസീസ് ഫറ ഹുസൈൻ എന്ന രോഗി പേര് പറയുമ്പോൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് ഇവിടെ ചികിത്സ നൽകാൻ കഴിയില്ല എന്ന് മറ്റെവിടെയെങ്കിലും അന്വേഷിക്കണം എന്നുമായിരുന്നു ഡോക്ടറുടെ മറുപടി. സ്ക്രീൻഷോട്ടുകൾ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ അറോറ അവ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നുണ്ട്. ക്ഷമിക്കണം, ഇനി ഞങ്ങളുടെ സെന്ററിൽ ഒരു മുസ്ലിം രോഗിയും ഞങ്ങൾ എടുക്കുന്നില്ല. നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഇതിലും നല്ല ഒരാളെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അറോറ പറയുന്നത്. അതേസമയം 2 ദിവസം മുമ്പ് കൊൽക്കത്തയിൽ 7 മാസം ഗർഭിണിയായ ഒരു മുസ്ലിം യുവതിയെ അവരുടെ ഡോക്ടർ അപമാനിക്കുകയും മതത്തിന്റെ പേരിൽ വൈദ്യസഹായം നിഷേധിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ദീർഘകാലമായി യുവതി ഈ ഡോക്ടറുടെ അടുത്തായിരുന്നു ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത്. ചികിത്സയ്ക്കായി ഒരു പള്ളിയിലോ മദ്രസയിലോ പോകാൻ ഡോക്ടർ യുവതിയോട് പറയുകയായിരുന്നു. കൂടാതെ യുവതിക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ വിമർശനവുമായി നിരവധി ആരോഗ്യ പ്രവർത്തകർ എത്തിയിരുന്നു. മതത്തിന്റെയോ രോഗിയുടെയോ പശ്ചാത്തലമോ നോക്കി ഒരു രോഗിയോടും വിവേചനം കാണിക്കരുത് എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ബംഗാൾ ഘടകം എല്ലാ ഡോക്ടർമാരോടും അഭ്യർത്ഥിച്ചു. രോഗിയോ കുടുംബമോ ഡോക്ടറെ അധിക്ഷേപിക്കുകയോ മോശമായി പെരുമാറുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അടിയന്തര സാഹചര്യം ഇല്ലാത്ത രോഗിയെ ചികിത്സിക്കാതിരിക്കാൻ ഒരു ഡോക്ടർക്ക് അവകാശമുള്ളൂ. അതേ രോഗിക്ക് അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ഡോക്ടർമാർ അവരുടെ കടമ നിർവഹിക്കണം. എന്നാൽ മതമോ പശ്ചാത്തലമോ കാരണം ഒരാൾക്ക് ചികിത്സ നിരസിക്കുന്നത് ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. കൊൽക്കത്തയിലെ മറ്റൊരു ഡോക്ടറുടെ അഭിപ്രായം അങ്ങനെയായിരുന്നു.